സ്വർണം വിളയുന്ന നാടായ പാപ്പുവ ന്യൂഗിനിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. കൗതുകകരമായ ഒട്ടേറെ കാര്യങ്ങൾ പാപ്പുവ ന്യൂഗിനിയിലുണ്ട്. അതിലൊന്ന് ഭാഷകളാണ്. 851 ഭാഷകളുണ്ട് ഇവിടെ. ടോക്ക് പിസിൻ എന്ന ഭാഷയാണ് ഇതിൽ ഏറ്റവും പ്രമുഖം. ഓസ്ട്രേലിയയ്ക്ക് വടക്കും ഇന്തോനേഷ്യയ്ക്ക് കിഴക്കുമായി സ്ഥിതി ചെയ്യുന്ന പാപ്പുവ ന്യൂഗിനിയിൽ നിബിഡ വനങ്ങളാൽ സമ്പന്നമാണ്. ആമസോണും കോങ്കോയും കഴിഞ്ഞാൽ ഏറ്റവും വലിയ മഴക്കാടുള്ളതും ഇവിടെ തന്നെ. 2,88,000 ചതുരശ്ര കിലോമീറ്ററാണ് ഈ മഴക്കാടിന്റെ വിസ്തീർണം. ലോകത്ത് അപൂർവമായുള്ള വിഷമുള്ള പക്ഷിയും ഇവിടെയുണ്ട്. പിറ്റോഹോയി എന്നാണ് ഇതിന്റെ പേര്. 1873 സ്ഥാപിക്കപ്പെട്ട പോർട്ട് മൊറിസ്ബി ആണ് പാപ്പുവ ന്യൂഗിനിയുടെ തലസ്ഥാനം. 3.5 ലക്ഷത്തിലധികം പേർ ഇവിടെ താമസിക്കുന്നു. പാപ്പുവ ന്യൂഗിനിയിൽ 1000-ലധികം ഗോത്രങ്ങളുണ്ട്. 1/2 ലക്ഷത്തിലധികം വർഷങ്ങളായി ഇവിടെ മനുഷ്യവാസം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ ലോഹ നിക്ഷേപങ്ങൾ സ്വർണവും ചെമ്പുമാണ്. പാപ്പുവ ന്യൂഗിനിയിലെ ടെമ്പാഗപുര എന്ന മേഖലയിൽ ധാരാളം സ്വർണ്ണ നിക്ഷേപമുണ്ട്. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾക്ക് സാധ്യതയേറിയ റിംഗ് ഓഫ് ഫയർ മേഖലയിലാണ് ഈ രാജ്യം. സമീപകാലത്ത് ഇവിടുത്തെ മൗണ്ട് ഉലുവൂൻ, കടോവർ, മൗണ്ട് തവൂർവർ തുടങ്ങിയ അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിച്ചിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ വാഴയായ മുസ ഇൻഡിഗസും ഇവിടെയാണ് കാണപ്പെടുന്നത്. ഈ വാഴകളുടെ ഒറ്റക്കുലയിൽ 300 പഴങ്ങൾ വരെ ഉണ്ടാകും. പാപ്പുവ ന്യൂഗിനിയിൽ കടൽ നിരപ്പിൽ നിന്ന് ഏകദേശം 1000 മുതൽ 2000 മീറ്റർ ഉയരത്തിലുള്ള ആഫ്രിക് പർവ്വത പ്രദേശത്താണ് മുസ ഇൻഡിഗസ് വളരുന്നത്. മഴക്കാടുകളിൽ വളരുന്നതിനാൽ അതേ പരിസ്ഥിതിയാണ് ഇതിന്റെ വളർച്ചയ്ക്ക് ഏറെ അഭികാമ്യം. അതിനാൽ തന്നെ ഇതിനെ മറ്റൊരു സാഹചര്യത്തിൽ വളർത്തുന്നത് പ്രയാസമേറിയ കാര്യമാണ്. ശിലായുഗ കാലം മുതൽ ഈ വാഴ ഭൂമിയിലുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.